ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്നാൽ ആ സംസ്ഥാനത്തിന് ഒരു കൈ താങ്ങു കൊടുക്കണ്ടേ? സംസ്ഥാനത്തെ സഹായിക്കണ്ടേ? ആരാ സഹായിക്കേണ്ടത്? കേന്ദ്ര ഗവൺമെൻറ്റല്ലേ സഹായിക്കേണ്ടത്. അതൊരു ഔദാര്യമല്ല. ഈ രാജ്യത്തിൻ്റെ ഭാഗമായ ഒരു സംസ്ഥാനമെന്ന നിലക്ക് നമുക്ക് അവകാശപ്പെട്ടതാണ്. നാം പ്രത്യേക പാക്കേജ് ചോദിച്ചു, തന്നോ? പ്രത്യേക സഹായം തന്നോ? പോട്ടെ, അർഹതപ്പെട്ട സഹായം കിട്ടിയോ? എന്തായിരുന്നു നിങ്ങളുടെ മനോഭാവം? രക്ഷപ്പെടരുത്, തകരട്ടെ, ഒരു നാടിനോട് തകരട്ടെ എന്നൊരു മനോഭാവം കാണിക്കാൻ പാടുണ്ടോ? നിങ്ങളാണോ ഈ നാടിനെ വികസിപ്പിക്കാൻ പോകുന്നത്? ഈ നാടിൻ്റെ അനുഭവം വളരെ തിക്തമല്ലേ? തിക്തമായ അനുഭവമല്ലേ നമുക്കുള്ളത്? നിങ്ങളോ തന്നില്ല. ഇരിക്കട്ടെ, കേരളത്തെക്കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കിയ ചില രാഷ്ട്രങ്ങൾ, അവരുടെ നെഞ്ചിൽ കേരളമുണ്ട്. ആ നാട് തകർന്നു പോകുന്നതിൽ അവർ വേദനിക്കുന്നു. അവർ ഇന്ത്യ ഗവൺമെൻറ്റിനെ അറിയിക്കുന്നു, ഞങ്ങൾ കേരളത്തെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നു, അനുവദിക്കണം. ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല. ആര്? ഇന്ത്യ ഗവൺമെൻറ് മറുപടി എന്താ? ഈ പ്രകൃതി ദുരന്തം എന്നത് കേരളത്തിൽ ആദ്യമായി രാജ്യത്ത് ആദ്യമായി ഉണ്ടായ ഒരു അനുഭവമാണോ? ഇതേ പ്രധാനമന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലം അവിടെ ദുരന്തമുണ്ടായി. അന്താരാഷ്ട്ര സഹായം അന്ന് വാങ്ങി അതവിടെ ചെലവഴിച്ചു. തനിക്കാകാം, നിങ്ങൾക്ക് പറ്റില്ല എന്നല്ലേ മനോഭാവം? എന്തേ അങ്ങനൊരു മനോഭാവമായിട്ട് നടന്നത്? എന്തിനാണ് അങ്ങനെയൊരു നിലപാടെടുത്തത്? നിങ്ങൾക്ക് എന്ത് നഷ്ടം ഒരു കൂട്ടർ കേരളത്തെ മനസ്സിലാക്കിയവർ കേരളത്തെ സഹായിക്കാൻ പുറപ്പെടുമ്പോൾ അത് സ്വീകരിക്കുന്നതിന്? അപ്പോൾ നിങ്ങളുടെ മനോഭാവമാണ് കാണിക്കുന്നത്. രക്ഷപ്പെടരുത്. എങ്ങനെ രക്ഷപ്പെടുമെന്ന് കാണട്ടെ. നമ്മുടെ നാട്ടുകാർ, ലോകത്താകെ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവാസി സഹോദരങ്ങൾ, അവർ ഗവൺമെൻറ്റിനെ അറിയിച്ചു, ഞങ്ങൾ സഹായിക്കാം, ഇവിടെ നിന്ന് ഞങ്ങൾക്ക് സഹായം സ്വരൂപിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, ഏതെങ്കിലും ഒരു മന്ത്രി ഇങ്ങോട്ടൊന്ന് വരണം ഞങ്ങളെ കൂടെ നിൽക്കാൻ. അപ്പോൾ ഞങ്ങൾക്ക് ഈ സഹായം സ്വരൂപിക്കാൻ എളുപ്പമാവും. ഗവൺമെൻറ് ആലോചിച്ചു, നല്ല കാര്യമല്ലേ, എല്ലായിടങ്ങളിലും ഓരോ മന്ത്രിയെ അയക്കാൻ തീരുമാനിച്ചു. പക്ഷെ തീരുമാനിച്ചാൽ മാത്രം പോരാ, അനുവാദം കേന്ദ്ര ഗവൺമെൻറ് ഇത് വേണം മന്ത്രിക്ക് പോകാൻ. ആ അനുമതിക്ക് ആവശ്യപ്പെട്ടു. എന്താ മറുപടി? നിഷേധിക്കുന്നു. എന്താ കാര്യം? നിങ്ങൾ തകരട്ടെ, നാട് തകരട്ടെ എന്ന മനോഭാവം അല്ലെങ്കിൽ എന്തിനാണ് നിഷേധിക്കുന്നത്? എന്ത് ഛേദം കേന്ദ്ര ഗവൺമെൻറ്റിന്? ഇതെല്ലാം നമ്മുടെ അനുഭവത്തിൽപ്പെട്ടതല്ലേ? നിങ്ങളാണോ ഈ നാടിനെ വികസിപ്പിക്കാൻ പോകുന്നത്? വലിയ വലിയ കാര്യങ്ങളല്ലേ ഇപ്പോൾ പറയുന്നത്. അതിവേഗ റെയിൽ കൊണ്ടുവരൂ. എന്തേ കേരളയിലിന് പറ്റിയത്? എന്തിനാണ് തടഞ്ഞത്? ഇപ്പോൾ റെയിൽ യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതമില്ലേ? ആ ദുരിതം ഇനിയും വർദ്ധിക്കാനല്ലേ പോകുന്നത്? നല്ല വേഗതയിൽ ഓടാൻ പറ്റാത്ത ഒരു ട്രാക്കിൽ വന്ദേ ഭാരത് എന്ന പേരിൽ
ഒന്നോ രണ്ടോ വണ്ടി വലിയ വേഗതയിൽ ഓടുന്നതിൻ്റെ ഭാഗമായി റെയിൽവേ യാത്രക്കാരാകെ രക്ഷപ്പെടുമോ? വലിയ പ്രയാസമല്ലേ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനല്ലേ പുതിയ ട്രാക്കും പുതിയ വണ്ടിയും നല്ല വേഗതയിൽ പോകലും എല്ലാം നാടിനു വേണ്ടിയല്ലേ? ആധുനിക ലോകത്തിൻ്റെ യാത്രാ സൗകര്യം കേരളത്തിന് വേണ്ടേ? നിങ്ങൾ എന്തേ തടഞ്ഞത്? റെയിൽവേ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചാൽ മാത്രമേ നടപ്പാക്കാൻ പറ്റൂ. നിങ്ങൾക്കൊരു സംസ്ഥാനത്തിന് മാത്രമായി നടപ്പാക്കാൻ പറ്റില്ല. നിങ്ങൾ കേരളത്തിന് മതിയായ യാത്രാ സൗകര്യം അനുവദിക്കില്ല എന്ന വാശിയോടെയുള്ള നിലപാടെടുത്തു. അതിൻ്റെ ഭാഗമായി അനുമതി തരാതിരുന്നു. നിങ്ങളുടെ മനോഭാവം തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത്, എപ്പോഴാണോ കേന്ദ്ര ഗവൺമെൻറ് അനുമതി തരുന്നത് അപ്പം തുടങ്ങാം, അവിടെ കിടക്കട്ടെ. ഇപ്പം കിടക്കുകയല്ലേ അവിടെ? നിങ്ങൾ നാടിനെ വികസിപ്പിക്കുമല്ലേ? നിങ്ങളുടെ സഹായമില്ലാതെ തന്നെ കേരളം നല്ല രീതിയിൽ വികസിച്ച് വന്നിട്ടുണ്ടല്ലോ പല മേഖലകളിലും. ആ മേഖലകൾക്ക് എന്തെങ്കിലും സഹായം നിങ്ങൾ ചെയ്തോ? നിങ്ങൾ ചെയ്യണ്ടേ? ഇവിടുത്തെ ആരോഗ്യരംഗത്തെക്കുറിച്ച് എല്ലാവരും മതിപ്പോടെയല്ലേ സംസാരിക്കുക? ദേശീയ തലത്തിൽ കേരളം പ്രകീർത്തിക്കപ്പെടുന്നു. അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനങ്ങൾ മികച്ചതാണെന്ന് അഭിപ്രായപ്പെടുന്നു. പക്ഷെ നിങ്ങൾ നോക്കൂ, നമുക്കൊരു എയിംസ് ഇല്ല. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. കേരളത്തിന് അർഹതയില്ലേ? പ്രധാനമന്ത്രി നിങ്ങളുടെ അടുത്ത് എത്ര തവണ ഈ ആവശ്യവുമായി ഞങ്ങൾ വന്നു? നേരിട്ട് സംസാരിച്ചില്ലേ? സംസാരിച്ച കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. തന്നോ? കേരളത്തെക്കുറിച്ച് തെല്ലെങ്കിലും പരിഗണന നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ആ എയിംസ് അനുവദിക്കുന്നതിന് എന്താണ് തടസ്സം? സ്ഥലം നാടിന് മുൻപാകെ പരസ്യമായി പറഞ്ഞു. ആ മഹാദുരന്ത ഘട്ടത്തിൽ നാടെങ്ങനെ ഉയർന്നു വരുമെന്ന് പലരും ആശങ്കപ്പെടുന്ന ഘട്ടത്തിൽ എന്താ പറഞ്ഞത്? ഇത് തലയിൽ കയ്യും വെച്ച് കരഞ്ഞിരിക്കേണ്ട ഘട്ടമല്ല. നമ്മളങ്ങനെ കരഞ്ഞിരിക്കാനും തയ്യാറല്ല. നമുക്ക് അതിജീവിച്ചേ മതിയാകൂ. ആ അതിജീവനത്തിന് നമുക്കൊന്നിച്ചു നിൽക്കാം. നിന്നല്ലോ കേരളം. കേരളത്തിലെ ജനങ്ങൾ ഒരുമയോടെ ഐക്യത്തോടെ ഒന്നിച്ചണിനിരന്നു. ലോകം അത്ഭുതാദരങ്ങളോടെ നോക്കിക്കാണുമാറ് നമ്മുടെ കേരളം അതിജീവിച്ചു വന്നു. അതല്ലേ വസ്തുത? അതിലെവിടെ നിങ്ങളെ സഹായം? നിങ്ങൾ സഹായിക്കണ്ടേ? ഒരു രാജ്യത്തിൻ്റെ ഭാഗമായ ഒരു സംസ്ഥാനത്തിന് വന്ന ദുരന്തത്തിൽ ആ നാടിനെ സഹായിക്കാൻ ബാധ്യപ്പെട്ടവരല്ലേ നിങ്ങൾ? സഹായിച്ചോ നിങ്ങൾ? ഇതല്ലേ നമ്മുടെ അനുഭവം. ഇപ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ ചൊരിയാൻ തയ്യാറാവുകയാണ്. അത് നമ്മുടെ നാടിൻ്റെ ഭാഗം. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷത തകർക്കാനുള്ള നീക്കമാണല്ലോ വലിയ തോതിൽ ജനങ്ങളെ ഉത്കണ്ഠപ്പെടുത്തുന്നൊരു കാര്യം. ഒന്നാം ഊഴം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തീർത്തും ജനവിരുദ്ധമായ രീതിയിലാണ് ഇവിടെ നടപ്പാക്കിയത്. അത്തരം നയങ്ങളാണ് നടപ്പാക്കിയത്. 2019 രണ്ടാം ഊഴത്തിന് അവസരം കിട്ടുന്നത്. രണ്ടാം ഊഴത്തിന് അവസരം കിട്ടിയപ്പോൾ എന്തായി? RSS അജണ്ട
പരസ്യമായി അങ്ങോട്ടെടുത്തു. നേരത്തെയും RSSൻ്റെ നേതൃത്വം തന്നെയാണ്. RSSൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് കാര്യങ്ങൾ നീക്കിയത്. ആദ്യ ഊഴത്തിൽ അടിത്തറയൊരുക്കുകയായിരുന്നു. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും തങ്ങളുടെ കാൽക്കീഴിലാക്കുക. സ്വതന്ത്രമാണെന്ന് കാണുന്നതിനെയെല്ലാം സ്വതന്ത്രമല്ലാത്ത അവസ്ഥയിലാക്കുക. എല്ലായിടങ്ങളിലും RSSനെ തിരികെ കയറ്റുക. ഇങ്ങനെയുള്ള ഒരു കാവ്യവൽക്കരണം എല്ലാ മേഖലയും നടത്തുകയായിരുന്നു. അത് തുറന്നു വന്നു. രണ്ടാം ഘട്ടമായപ്പോൾ നേരെ RSS അജണ്ടയിലേക്ക് കടന്നു. RSSന് ഏറ്റവും വിയോജിപ്പുള്ള കാര്യം മതനിരപേക്ഷതയാണ്. ആ മതനിരപേക്ഷത ഇല്ലാതാക്കാനുള്ള നീക്കങ്ങളായി. അതിലേറ്റവും പ്രധാനം രാജ്യത്തിൻ്റെ പൗരത്വം. ഇവിടെ ഒരു പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നു. അതിനകത്ത് പൗരത്വം മതാടിസ്ഥാനത്തിലായിരിക്കും എന്ന് പറഞ്ഞു. ലോകത്തൊരു പരിഷ്കൃത രാഷ്ട്രവും അംഗീകരിക്കാത്ത കാര്യമാണിത്. അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾ ഇതിനെതിരായി രംഗത്ത് വന്നു. ആരൊക്കെ? ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ രാജ്യത്തെ അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാക്കാൻ നടപടികളെടുത്തു. ഇതിലും കോൺഗ്രസിൻ്റെ നയം വ്യത്യസ്തമല്ല കേട്ടോ. ഏതായാലും അവസാന നിര എടുക്കുന്നത് നരേന്ദ്രമോദിയുടെ സർക്കാരാണ്. നേരെ അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാക്കി ഇന്ത്യയെ മാറ്റി. അമേരിക്കയ്ക്ക് ഇതിൽ പരം ഒരു അവസരം കിട്ടാനില്ല. ലോകത്ത് അമേരിക്കക്ക് വലിയ അവസരമാണല്ലോ ലഭിക്കുന്നത്. ഇന്ത്യയെപ്പോലൊരു രാജ്യം പൂർണ്ണമായി തങ്ങളോടൊപ്പം നിൽക്കുന്ന അവസ്ഥ എല്ലാ കാര്യത്തിലും. അപ്പോൾ സാധാരണഗതിയിൽ എല്ലാ കാര്യത്തിലും ഇന്ത്യയെ പിന്താങ്ങാൻ അമേരിക്ക നിൽക്കുമെന്നല്ലേ നമ്മൾ കണക്കാക്കേണ്ടത്. ഇക്കാര്യത്തിൽ നിന്നോ പൗരത്വം മതാടിസ്ഥാനത്തിലാണെന്ന് വന്നപ്പോൾ അതിനെ അപലപിക്കുന്ന കൂട്ടത്തിൽ അമേരിക്കയും ഉണ്ടായി. കാരണം ലോകത്തൊരു പരിഷ്കൃത രാഷ്ട്രവും മതാടിസ്ഥാനത്തിൽ പൗരത്വം എന്നതിനോട് യോജിക്കുന്നില്ല. അഭയാർത്ഥികളെ വിവേചനപൂർവ്വം കാണുന്നതിനോട് യോജിക്കുന്നില്ല. മതാടിസ്ഥാനത്തിൽ അഭയാർത്ഥികളെ വിഭജിക്കുന്നതിനോട് യോജിക്കുന്നില്ല. ഇതല്ലേ രാജ്യത്തുണ്ടായത്? നമ്മുടെ അനുഭവം ഇതല്ലേ? നമ്മുടെ നിയമഭേദഗതി വന്നപ്പോൾ 6 വിഭാഗങ്ങൾക്ക് പൗരത്വമുണ്ട്. മുസ്ലിം അടക്കമുള്ള വിഭാഗങ്ങൾക്കില്ല. അപ്പോൾ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്ന് തന്നെ മുസ്ലിമിന് പൗരത്വം നൽകാതിരിക്കാനാണ് എന്നത് പകൽ പോലെ വ്യക്തം. ഇതല്ലേ നമ്മുടെ അനുഭവം? ശക്തമായ പ്രതിഷേധമുയർന്നു രാജ്യത്താകെ. എല്ലാ മതനിരപേക്ഷ ശക്തികളും അതിനെതിരെ രംഗത്ത് വന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്നലെ ഇവിടെ വന്ന് തന്നെ പറഞ്ഞു കളയുന്നു എന്ന് വല്ലാതെ പരിഭവപ്പെട്ടല്ലോ. എങ്ങനെ പറയാതിരിക്കും? പൗരത്വ നിയമ ഭേദഗതി പോലെ മതനിരപേക്ഷതയുടെ അടിത്തറ തോണ്ടുന്ന ഒരു നിയമ ഭേദഗതി വന്നപ്പോൾ കോൺഗ്രസ് ശബ്ദിച്ചോ? രണ്ടായിരത്തി 19 വലിയ തോതിൽ പ്രതിഷേധം കനക്കുന്നു.
ദേശീയ നേതാക്കൾ ഡൽഹിയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജനറൽ സെക്രട്ടറിമാർ സീതാറാം യെച്ചൂരിയും ഡി രാജയും, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം, അങ്ങനെ വലിയൊരു നിര അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ ആ നിരയിൽ എവിടെയെങ്കിലും കണ്ടോ? അല്ല, നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തതാണെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടെ ഉണ്ടല്ലോ, ഒന്ന് പറ, ഇന്നയാള് ഇവിടെ ഉണ്ടായി, ഇന്ന ഭാഗത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നൊന്ന് പറഞ്ഞൂടെ? ഏതെങ്കിലും ഒരാൾ ഉണ്ടോ? എന്തേ കാണാതിരുന്നത്? ഇവിടെ കേരളത്തിലെ അനുഭവമുണ്ട്. കേരളത്തിലെ വലിയ തോതിൽ പ്രതിഷേധം കനത്തു. കാരണം നമ്മുടെ നാട്ടിൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്നൊരു നാടല്ലേ ഇത്. ആ നാടിന് ഇത്തരമൊരു നിയമഭേദഗതി അംഗീകരിക്കാനേ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കേരളം ആദ്യമേ തന്നെ പറഞ്ഞു, ഈ നിയമഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല, കൃത്യമായി പറഞ്ഞു. അവിടെ നിർത്തിയില്ല. തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ വലിയൊരു പ്രതിഷേധ സംഗമം. പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ നേതാക്കളെയും ക്ഷണിച്ചു. അവരെല്ലാം വന്നു. കേരളത്തിൻ്റെ വിവിധ സാമൂഹ്യ സംഘടനകൾ എല്ലാം വന്നു. കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം, അണിനിരന്ന പ്രതിഷേധം. തൊട്ടു പിന്നാലെ സർവകക്ഷി യോഗം, അതിനു പിന്നാലെ പ്രത്യേക നിയമസഭാ യോഗം. പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും എല്ലാം പങ്കെടുത്ത യോഗത്തിൽ ഏകണ്ഠമായി പ്രമേയം, ഈ നിയമം ഭേദഗതി പിൻവലിക്കണം. ഇതെല്ലാം ഒന്നിച്ചാണ് ചെയ്തത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴുണ്ട് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, KPCC പ്രസിഡന്റ് ഒരു പ്രസ്താവന, ഇവിടെ ഒരു പ്രമേയം പാസ്സാക്കിയത് കൊണ്ട്, നിയമസഭ പ്രമേയം പാസ്സാക്കിയത് കൊണ്ട് കേന്ദ്രം അംഗീകരിച്ച നിയമം നടപ്പാക്കാതിരിക്കുമോ? എന്തൊരു ചരിത്ര നിഷേധമടങ്ങുന്ന പ്രസ്താവനയാണത്. അദ്ദേഹം അവിടെ നിർത്തിയില്ല. ഈ പ്രതിഷേധ കൂട്ടായ്മയിൽ ഇനി ഞങ്ങളില്ല, ഞങ്ങൾ യോജിച്ച ഒരു പരിപാടിക്കുമില്ല. പരിപാടിയിൽ പങ്കെടുത്തവർക്ക് നേരെ നടപടിയുമെടുത്തു. എന്താ കാര്യം? സർക്കാർ എന്തെങ്കിലും അബദ്ധം ചെയ്തോ ഇവർക്ക് യോജിക്കാൻ പറ്റാത്ത തരത്തിൽ? അങ്ങനെയാണെങ്കിൽ അവരത് പറയുമായിരുന്നല്ലോ. ഇതേവരെ അത് പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി, നിങ്ങൾ മറുപടി പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇതേവരെ ഞാൻ ആവർത്തിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുകയാണ്. കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശിച്ചതിൻ്റെ ഭാഗമായല്ലേ ഇവിടുത്തെ കോൺഗ്രസ് ആ പരിപാടിയിൽ നിന്ന് പിൻവാങ്ങിയത്? അല്ലെങ്കിൽ എന്ത് കാരണം? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം, ഈ വഴിക്ക് പോകരുത്, പിൻവാങ്ങണം. അതല്ലേ ഉണ്ടായത്? അല്ലെങ്കിൽ ഒന്ന് പറ, എന്തുകൊണ്ടാണ് പിൻവാങ്ങിയത്? ഇവിടുത്തെ കോൺഗ്രസ്സിൽ ആരും ഇതേവരെ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പിൻവാങ്ങി? സംസ്ഥാന ഗവൺമെൻറ് അതിനെതിരെ സുപ്രീം കോടതിയിൽ സൂട്ട് ഫയൽ ചെയ്തു. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ LDF സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്ത പലരും ഇവിടെ ഇരിക്കുന്നുണ്ടാവും. ഇതെല്ലാം നടന്നില്ലേ കേരളത്തിൽ? പോട്ടെ, ഇതെല്ലാം 4 വർഷം മുൻപുള്ള കാര്യം. ഇപ്പോൾ ആ നിയമം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ചട്ടങ്ങൾ കൊണ്ടുവന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ
ആ ചട്ടങ്ങൾ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും അതിനെതിരെ പ്രതിഷേധിച്ചു. കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഉണ്ടായോ? കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഉണ്ടായില്ലല്ലോ. എന്തേ കോൺഗ്രസ് പ്രതിഷേധിക്കാതിരുന്നത്? കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനോട് മാധ്യമപ്രവർത്തകർ സന്ധ്യ കഴിഞ്ഞ സമയത്തൊരു ചോദ്യം, ആ സമയത്താണ് കാണുന്നത്. അപ്പോൾ പത്രക്കാർ ചോദിച്ചു, എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം? രാത്രി ആലോചിച്ച് മറുപടി പറയാ. എന്തൊരു പരിഹാസമാണെന്ന് നോക്കണം. എത്ര പരിഹാസ്യമായ നില. രാഹുൽ ഗാന്ധി, നിങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യം ഇനിയത്തെ വാചകമാണ്. നിങ്ങൾ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഇവിടുത്തെയും ലോകത്തെയും പല കാര്യങ്ങളെക്കുറിച്ചും പ്രതികരിച്ചു. ഈ പൗരത്വ നിയമ ഭേദഗതിയെപ്പറ്റി മാത്രം ഖമ എന്നൊരക്ഷരം വേണ്ടിയില്ല. നിങ്ങൾ പ്രതികരിച്ചോ? എന്തേ നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റാത്തത്? നിങ്ങളാ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ നോമിനേഷൻ പേപ്പർ കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ആ ദിവസമെങ്കിലും പ്രതികരിക്കുമെന്ന് എല്ലാവരും കരുതി. പ്രതികരിച്ചോ? ഇപ്പം നിങ്ങൾ പറയുന്നുണ്ട് പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കുന്നത് ശരിയല്ല എന്ന്. നല്ലത് പൊതുതത്വം. പൗരത്വ നിയമ ഭേദഗതിയോടുള്ള സമീപനം എന്ത്? അതല്ലേ ചോദ്യം. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രകടന പത്രിക, അതിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട സമീപനം വ്യക്തമാക്കിയല്ലോ. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രകടന പത്രിക പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യും, സംശയമില്ലാലോ. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ അങ്ങനെ ഒരു വാചകം ഉണ്ടായോ? വാചകം ഇല്ലാത്തതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ട് ഞങ്ങൾ പറയല്ലോ. കാരണം നിങ്ങളിൽ നിന്ന് ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു. അത്തരമൊരു വാചകം ഇല്ലാലോ. അതിനെ വിമർശിച്ചപ്പോൾ രാഹുൽ ഗാന്ധി, നിങ്ങളുടെ അനുയായി ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ്, പച്ചക്കള്ളം നാടിന് മുൻപാകെ വിളിച്ചു പറഞ്ഞു. ഇതിനകത്തുണ്ട്. ഏതില്? പ്രകടന പത്രികയിൽ, കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇത്രാമത്തെ പേജ്, ഇത്രാമത്തെ ഖണ്ഡിക വായിക്കൂ, വായിക്കാതെ ഇങ്ങനെ അഭിപ്രായം പറയരുത് എന്ന് പറഞ്ഞ് ഞങ്ങളെ കുറ്റപ്പെടുത്തി. ഇപ്പോൾ മലയാള മനോരമക്ക് അക്കടി പറ്റിയതാണെന്ന് ഞാൻ പറയില്ല. മലയാള മനോരമയും അവരും കൂടി ആലോചിച്ച് തയ്യാറാക്കിയ പരിപാടിയായിരിക്കാനേ വഴിയുള്ളൂ. ബാനർ ഹെഡിങ് ഫ്രണ്ട് പേജിൽ. കാരണം ഈ പ്രകടന പത്രിക നോക്കാതെ, ആ പേജ് വായിക്കാതെ, ഖണ്ഡിക വായിക്കാതെ അഭിപ്രായം പറഞ്ഞ ആൾക്കുള്ള മറുപടി സതീശൻ്റെത്. അന്ന് പത്രക്കാരെ കാണുന്നുണ്ടായിരുന്നു ഞാൻ. ഈ പ്രകടന പത്രികയും കൊണ്ടുപോയി ആ പ്രകടന പത്രിക കാണിച്ചു. ഇവർ പറഞ്ഞ പേജ് എടുത്തു, ആ പറഞ്ഞ ഖണ്ഡിക എടുത്തു, ആ ഖണ്ഡികയിലെ വാചകങ്ങൾ വായിച്ചു. അതിലെവിടെയും പൗരത്വ നിയമ ഭേദഗതി എന്ന ഒരു വാക്കേ ഇല്ല. പിന്നെ ഹസൻ ശരിയായിട്ട് പറഞ്ഞു, നമ്മുടെ KPCC പ്രസിഡന്റിൻ്റെ പുതിയ ചുമതലക്കാരൻ. തൽക്കാലം ഞങ്ങൾക്ക് മനസ്സില്ല, നിങ്ങൾക്കെന്ത് വേണം എന്ന് ചോദിച്ചു. നല്ലത്, അതാണ് ശരിയായ ചോദ്യം. നിങ്ങൾക്ക് മനസ്സില്ല, വേണ്ട, ഇരിക്കട്ടെ. ഇതിനെ ഞങ്ങൾ വിമർശിക്കുന്നില്ലെങ്കിൽ ഞങ്ങളും ഒരു പോളന്മാരായി പോകില്ലേ രാഹുൽ ഗാന്ധി? അതല്ലേ കാണേണ്ടത്. നിങ്ങളെ അതേ നിലയിൽ ഞങ്ങളെ കാണാൻ പാടില്ലല്ലോ. ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കണ്ടേ? നിങ്ങൾ ചെയ്യാത്തതിനെ വിമർശിക്കണ്ടേ? തന്നെ വിമർശിക്കുന്നു പറഞ്ഞ് നടക്കേണ്ട കാര്യമുണ്ടോ? കാര്യങ്ങൾ ചെയ്യാത്തതിനല്ലേ വിമർശനം? ഇതല്ലേ വസ്തുത. അപ്പോൾ നാം കാണേണ്ടത് മതനിരപേക്ഷത സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട, മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നവർ തന്നെ മാറിക്കളിക്കുകയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ജമ്മുകാശ്മീരിൻ്റെ പ്രമേയം
ആഭ്യന്തരമന്ത്രി കൊണ്ടുവന്നു. അതിൻ്റെ പ്രത്യേക പദവി എടുത്തു കളിയാണ്. പ്രത്യേക പദവി എടുത്തു കളിയുക എന്നുള്ളത് RSSൻ്റെ നേരത്തെയുള്ള ആവശ്യമാണ്, അവരുടെ അജണ്ടയാണത്. ഭരണഘടനയിലെ 370 റദ്ദ് ചെയ്യുന്നു. സംസ്ഥാന പദവി ജമ്മു കാശ്മീരിന് എടുത്തു കളയുന്നു. വലിയ പ്രതിഷേധം വരണ്ടേ? സാങ്കേതികമായി പ്രതിഷേധിച്ചിട്ടുണ്ടാവും, പക്ഷേ കോൺഗ്രസിൻ്റെ പ്രതിഷേധം ആ രീതിയിൽ ഉയർന്നോ? എന്തേ ഉയരാൻ പറ്റാത്തത്? കോൺഗ്രസിൽ എത്ര പേര് BJPക്കാരെ കണ്ട് രഹസ്യമായി അഭിനന്ദിച്ചവരുണ്ട് അറിയില്ലേ? ഒരാളെ കാര്യം രഹസ്യമല്ല, പരസ്യമാണ്. അത് രാജ്യസഭയിലെ കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പ്. അദ്ദേഹം ഇതിൽ വല്ലാതെ ആവേശഭരിതനായി. BJP ഇത് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവേശം അടക്കാൻ പറ്റിയില്ല. നേരെ കോൺഗ്രസ് വിട്ടു, BJPയിലേക്ക് ചെന്നു. BJP അദ്ദേഹത്തെ സ്വീകരിച്ചു, വീണ്ടും രാജ്യസഭാംഗമാക്കി രാജ്യസഭയിലേക്ക് അയച്ചു. ഇതല്ലേ കോൺഗ്രസ്? ഇങ്ങനെ എത്ര പേര്? സംഘപരിവാർ മനസ്സല്ലേ? അങ്ങനെയുള്ള എത്ര പേര്? ആ മനസ്സിൻ്റെ ഭാഗമായല്ലേ ഇത്തരമൊരു നിലപാടിലേക്ക് മാറുന്നത്? നിങ്ങളാ മനസ്സ് ഉപേക്ഷിക്കണം എന്നാണ് ഞങ്ങൾ കാണുന്നത്. നിങ്ങൾക്കതിന് കഴിയുന്നില്ല. നിങ്ങൾ കൂടുതൽ കൂടുതൽ ആ മനസ്സുമായി ഒട്ടി നിൽക്കുകയാണ്. അതിനെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. ഇതല്ലേ അനുഭവം? ഇപ്പം നിങ്ങളെ കൂടെ നിൽക്കുന്ന MP-മാരടക്കം 18, ഇപ്പോഴത്തെ കണക്കാണ്, 18 UDF MP-മാരാണ് കേരളത്തിൽ നിന്ന് ജയിച്ചു പോയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഈ 18 പേരെ ജയിപ്പിക്കുന്നതിനിടയാക്കിയ കാരണങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ 18 പേരെ ജയിപ്പിക്കാൻ കൂടെ നിന്ന വോട്ടർമാരിൽ നല്ലൊരു ഭാഗത്തിന് ഈ 5 വർഷക്കാലം എത്രമാത്രം മനോവേദനയാണ് അനുഭവിക്കേണ്ടി വന്നത്? കാരണം നിങ്ങൾ ഓരോ ഘട്ടത്തിലും സ്വീകരിച്ച നിലപാട്, ഏതെങ്കിലും ഘട്ടത്തിൽ ശരിയായ നിലപാട് സ്വീകരിച്ചോ? മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിങ്ങളെ ശബ്ദമുയർന്നില്ലാലോ. എതിർക്കേണ്ട കാര്യങ്ങൾ എതിർക്കാൻ തയ്യാറായില്ലാലോ. BJP ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നടപടികളെ വിമർശിക്കാൻ തയ്യാറായില്ലാലോ. നിങ്ങൾ കേരളത്തിൻ്റെ ശബ്ദമല്ലേ ഇല്ലാതാക്കി കളഞ്ഞത്? കാരണം 20-ൽ 18 പേര് നിങ്ങളല്ലേ. നിങ്ങൾ ശബ്ദിക്കാതിരിക്കുമ്പോൾ കേരളത്തിൻ്റെ ശബ്ദം മങ്ങിപ്പോയല്ലോ. ഇതെല്ലാം നമ്മുടെ നാട്ടിലെ നിങ്ങൾക്ക് വോട്ട് ചെയ്തവരെ വല്ലാതെ വിഷമിപ്പിച്ച കാര്യമല്ലേ? കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള പ്രശ്നം, ശ്വാസം മുട്ടിക്കാനുള്ള നീക്കം, നമ്മുടെ കേരളത്തോട് നിരന്തരമായി കാണിച്ച അവഗണന, ആ ഘട്ടത്തിലൊക്കെ നിങ്ങൾ BJP ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ തയ്യാറായോ? നേരെ ചോദിക്കാൻ തയ്യാറായോ? എന്തുകൊണ്ടാണ് ഞങ്ങളുടെ നാടിനെ ഈ രീതിയിൽ അവഗണിക്കുന്നതെന്ന് ചോദിച്ചോ? നിങ്ങളപ്പോഴെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പമല്ലേ നിന്നത്? കേന്ദ്ര ഗവൺമെൻറ്റിന് BJPക്കുള്ള കേരള വിരുദ്ധ സമീപനം, അതിന് അവരുടേതായ കാരണമുണ്ട്. നിങ്ങൾക്കെങ്ങനെ ആ ഒരു സമീപനം വന്നു? നിങ്ങൾ ഇവിടുത്തെ പ്രതിനിധികളല്ലേ? നിങ്ങളെ വിജയിപ്പിച്ചയച്ചത് ഇവിടുത്തുകാരല്ലേ? ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിനോടൊപ്പം, കേരളത്തിൻ്റെ വികാരത്തോടൊപ്പം നിങ്ങൾക്ക് നിൽക്കാൻ കഴിഞ്ഞോ? ഈ 18-അംഗ സംഘത്തിൻ്റെ ഓരോ ഘട്ടത്തിലുള്ള ചെയ്തികൾ ആലോചിച്ച് നോക്കൂ. ഒരനുഭവം പറയാം. ഗവൺമെൻറ് MP-മാരുടെ യോഗത്തിൽ അവരോട് ആവശ്യപ്പെട്ടു, 2 തവണ നിങ്ങൾ ധനമന്ത്രിയെ സംയുക്തമായി കാണണം, എല്ലാവരും കൂടി കാണണം, കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണന തിരുത്തണമെന്ന് ആവശ്യപ്പെടണം. സമ്മതിച്ചു പോയി. ആദ്യം ഒപ്പിടാൻ തയ്യാറായില്ല. രണ്ടാമത് വീണ്ടും യോഗം, അതിലും പറഞ്ഞു, സമ്മതിച്ചു. നിവേദനം ഒപ്പിടാൻ കൊണ്ടുചെന്നു. അപ്പോൾ പറയാണ്, ഇതിലൊരു വാചകം എഴുതണം. കേരള സർക്കാരിൻ്റെ കെടുകാര്യസ്ഥയാണ് ഇതിനെല്ലാം ഇടയാക്കിയത്. എങ്ങനെയുണ്ട്? കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്രതിഷേധം
അതിനുള്ള നിവേദനം. അതിൽ UDF പറയുകയാണ് ആദ്യ വാചകമായിട്ട് വേണ്ടത്, നിങ്ങൾ അല്ല ഇതിനൊന്നും കാരണക്കാർ, ഞങ്ങളുടെ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. ഇതല്ലേ നിങ്ങളുടെ മനോഭാവം? സുപ്രീം കോടതി, നാം ഗത്യന്തരമില്ലാതെ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതിയിൽ ഇടപെട്ടല്ലോ, അംഗീകരിച്ചല്ലോ. കേരളത്തിന് അർഹമായത് നിഷേധിക്കുന്നതിന് എന്താ ന്യായം? 13,000 കോടിയിൽ പരം രൂപ നിങ്ങൾ നൽകേണ്ടതല്ലേ, അതാദ്യം നൽകൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞില്ലേ? പിന്നെ വിശദമായി കേസ് കേട്ടപ്പോൾ വളരെ വിശദമായ വാദം കേട്ടു. അപ്പോൾ പറഞ്ഞു ഇത് ഗൗരവമായ കേസാണ്. ഞങ്ങൾ, അതായത് സുപ്രീം കോടതി, ഇതേവരെ കടക്കാത്ത മേഖല ഇതിലുണ്ട്, ഞങ്ങളൊരു നിലപാടെടുക്കാത്ത മേഖല ഇതിലുണ്ട്. ഈ ഗൗരവമായ വിഷയം വിശദമായി പരിശോധിക്കണം. അതിന് ഇത് 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു. കേരളത്തിൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ടല്ലേ ആ നിലപാട് വന്നത്? യഥാർത്ഥത്തിൽ ആ ഘട്ടത്തിലെല്ലാം നിങ്ങൾ ഈ 18 അംഗ സംഘം, ഇവിടുത്തെ കോൺഗ്രസ് നിന്നത് BJPയോടൊപ്പമല്ലേ, കേന്ദ്ര സർക്കാരിനോടൊപ്പമല്ലേ? നിങ്ങളുടെ മുഖത്തേറ്റ അടികൂടിയല്ലേ സുപ്രീം കോടതി വിധി? ഇതല്ലേ വസ്തുത? ഇതിൻ്റെ എല്ലാം ഫലമെന്താ? കേരളം ഒരു പൊതുവികാരത്തിലെത്തിയിരിക്കുന്നു. BJPക്കെതിരെയുള്ള വികാരം അവിടെ സ്ഥായിയായിട്ടുണ്ട്, അവരെ അംഗീകരിക്കാനാവില്ല. അതോടൊപ്പം BJPക്കുള്ള കേരള വിരുദ്ധ വികാരം ഇവിടെ ഈ 18 അംഗ സംഘത്തിനും കോൺഗ്രസിനും UDFനും നിലനിൽക്കുന്നു. അതിനോടുള്ളൊരു വികാരം കേരളത്തിലാകെ ഉയർന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും കാണുന്ന കാഴ്ച LDFന് അനുകൂലമായ വൻ തരംഗം അലയടിച്ചുയരുകയാണ്. ഇവിടെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ളത് പരിണിതപ്രജ്ഞനായ സഖാവ് K. രാധാകൃഷ്ണനെയാണ്. K. രാധാകൃഷ്ണൻ ആര് എന്നത് ഈ മണ്ഡലത്തിൽ ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, കേരളത്തിൽ തന്നെ എവിടെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അത്തരമൊരു സ്ഥാനാർത്ഥിത്വം ഞങ്ങളിവിടെ നിശ്ചയിച്ചത് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് സഖാവ് രാധാകൃഷ്ണൻ പാർലമെൻറ്റിലേക്ക് പോവുക എന്ന ദൗത്യം ഏറ്റെടുക്കണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇവിടെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും തികഞ്ഞ മികവോടെ നിറവേറ്റിയ സൽപാരമ്പര്യമാണ് സഖാവ് രാധാകൃഷ്ണനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരുടെയും മനസ്സിൽ ഒരു കുടുംബാംഗമായി സഖാവ് രാധാകൃഷ്ണനെ നേരത്തെ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞതാണ്. അതിൻ്റെ ഭാഗമായി വലിയ പിന്തുണ മണ്ഡലത്തിൽ സഖാവ് രാധാകൃഷ്ണൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഇതിനകം തന്നെ ഉയർന്നു വന്നു കഴിഞ്ഞിട്ടുണ്ട്. സഖാവ് രാധാകൃഷ്ണൻ്റെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ സഖാവ് രാധാകൃഷ്ണനെ പാർലമെൻറ്റിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.